പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ കൊച്ചുകൂട്ടുകാരെ, ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് 3 വാക്കുകൾ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലുക്ക് അപ്പ്, ലുക്ക് ഡൗൺ, ലുക്ക് അറൗണ്ട്. നമ്മളുടെ വീക്ഷണം, ദർശനം സമഗ്രമാവണമെങ്കിൽ ഈ 3 ഘടകങ്ങളും ഉണ്ടായേ മതിയാവൂ. നമ്മളൊരു ഒറ്റപ്പോക്കുകാരെ പോലെ അങ്ങ് പോവുക. ഒരല്പനേരം ഉയരങ്ങളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നോക്കാൻ ഒരു ഭാവമില്ല. ചുറ്റുപാടുമുള്ള പ്രകൃതിയെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ സാവകാശമില്ല. താഴേക്കൊന്ന് നോക്കി എവിടെയാ നില ഉറപ്പിച്ചിരിക്കുന്നത്, എവിടെയൊക്കെ ആത്യന്തികമായി പോകുന്നത്, ഇങ്ങനെ ചിന്തിക്കാനും സാവകാശമില്ല. അങ്ങനെയാ മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ്റെ പോക്ക് അങ്ങനെയാണ്. ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ലളിതമായി പറയാം. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നിന്ന് വരും. എൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ കൈത്താങ്ങാണ്. അതെവിടെ നിന്ന് വരും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ദൈവത്തെങ്കിലേക്കൊരു നോട്ടം നമുക്ക് ആവശ്യമുണ്ട്. ലുക്ക് അപ്പ്, ഫേസ് ടു ഫേസ് ഗോഡ്, സ്റ്റാൻഡ് ഫേസ് ടു ഫേസ് ഗോഡ്. ഇത് പല പ്രാവശ്യം നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ 3 ഘടകങ്ങളും കൂടെ ഒന്നിച്ചു ചേർത്ത് ഈ സമയത്തായിരിക്കും നമ്മളത് വിശകലനം ചെയ്യുന്നത്. നമ്മളുടെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ, സമതുലിതമാവണമെങ്കിൽ, സമഗ്രമായി തീരണമെങ്കിൽ ഞാനീ പറഞ്ഞ 3 ഘടകങ്ങളും വേണം. അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടോ? ദൈവത്തെങ്കിലേക്ക് നോക്കാൻ ഒരു സമയ ക്രമീകരണം എപ്പോഴെങ്കിലും, രാവിലെയും വൈകുന്നേരവും 2 നേരം കുറഞ്ഞത്, സാവകാശമായി ശാന്തമായി ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയിൽ ഒന്നിരുന്ന്, അല്ലെങ്കിൽ നിലത്ത് ഒരു വിരിച്ച് ചമ്രം പടഞ്ഞിരിഞ്ഞ് ഇരുന്ന് തന്നെ ദൈവത്തെങ്കിലേക്ക് ഫേസ് ടു ഫേസ് ഗോഡ്. അങ്ങനെ ഒരു ദർശനം നമുക്ക് വേണ്ടിയിരിക്കും. അങ്ങനെ ഒരു വിഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് പരിശീലിക്കണം എന്നാണ് ഈ ലുക്കപ്പ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴേ നമ്മളുടെ ദർശനം സമഗ്രമാവുന്നതിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. സമഗ്രവും സമ്പൂർണവുമായ ദർശനം. ലെറ്റ് യുവർ വിഷൻ ബി ഹോൾസം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ എൻ്റെ സഹായം എൻ്റെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിന് ശാന്തത കൈവരുന്നതും ജീവിതം ആശ്വാസകരമായും സന്തോഷകരമായും ഭവിക്കുന്നത്. രണ്ടാമത് പറയുന്നത് ലുക്ക് ഡൗൺ. ലുക്ക് ഡൗൺ. നീ നമ്മുടെ നടത്തയൊക്കെ നോക്കിയാൽ ആകാശത്തോട് ഇങ്ങനെ അങ്ങ് പോവുക. ഭൂമിയിലല്ല കാല്, ഭൂമിയിലല്ല നില ഉറപ്പിക്കുന്നത് ഭൂമിയിൽ വേണം. നമ്മൾ പറയുമല്ലോ, നിലത്തും താഴെയുമല്ല, നിലത്തും താഴെയുമല്ല അവൻ്റെ പോക്ക് കണ്ടാൽ എന്ന് പറയുന്ന ഒരു സാധാരണ പ്രയോഗമുണ്ട്. അതെത്ര കണ്ട് ശരിയാ പല മനുഷ്യരിലും കണ്ടില്ലേ? നെഞ്ചു പിരിച്ച് ഇവിടെ എങ്ങും അല്ല, താഴെ എങ്ങും അല്ല എന്ന് തോന്നും വിധമാണ്. അതിനകത്ത് ഒരുപാട് അഹങ്കാരമുണ്ട്. ഞാനെന്ന ഭാവം പോവുക. ഒന്ന് നോക്കൂ, ആത്യന്തികമായി നീ ചെന്ന് പെടുന്നത് എവിടെയാ? 6 അടി മണ്ണിലല്ലേ? കുഞ്ഞുങ്ങളെ, ഇതെപ്പോഴും ചിന്തിച്ചു കൊള്ളണം. നിലത്ത് താഴെ അവിടെയാണ് എൻ്റെ നിൽപ്പ്, അവിടേക്കാണ് എൻ്റെ ആത്യന്തികമായ നീക്കവും
6 അടി മണ്ണിലേക്കാണ്. ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ഒരുപാട് താഴ്മയുള്ളവരായി, മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവാശ്രയമുള്ളവരായി വരും, താഴേക്ക് നോക്കുമ്പോൾ വിനയമുള്ളവരായി ഭവിക്കും. 3, ലുക്ക് അറൗണ്ട്. ലുക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതാ വരുന്നു നിന്റെ സഹോദരൻ, നീ കണ്ടോ? അതാ ഒരു പാവപ്പെട്ടവൻ വരുന്നു, നീ അത് കണ്ടോ? വസ്ത്രധാരണം നന്നായി ഇല്ലാതെ വരുന്ന, അതിനുപോലും നിവൃത്തിയില്ലാത്ത ഒരാൾ വരുന്നുണ്ട് എതിർപ്പെട്ട്, അയാളെ നീ കണ്ടോ? തീർച്ചയായിട്ടും നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി നിനക്ക് ചുറ്റുവട്ടത്തിലുണ്ടെന്ന്, ആ ചുറ്റുവട്ടത്തിൽ കാണുന്ന മനുഷ്യൻ നിന്റെ സഹോദരനും സഹോദരിയുമാണെന്ന് ഒരു ചിന്ത. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല നല്ല ഡ്രസ്സ്, നല്ല ഉടുപ്പ്, നല്ല ബാഗ്, നല്ല ഭക്ഷണം. പക്ഷേ ഇതിന് നിഷേധിക്കപ്പെട്ട പാവപ്പെട്ടവരും നിങ്ങളോടുകൂടെ അടുത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. അവരുമായി ഒരു ചങ്ങാത്തത്തിലെത്താൻ, അങ്ങനെ ഒരു ശ്രമം, അവരോട് ഐക്യപ്പെടാൻ, ഇങ്ങനെ ഒരു നോട്ടം, ലുക്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് who he is, who she is. അവരുമായിട്ടൊരു കൂട്ടായ്മ കൊടുക്കാൻ, ഒരു ബന്ധം സ്ഥാപിക്കാൻ. അപ്പോഴേ നമുക്ക് എങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നത്, നമ്മുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെ നമ്മൾ ലുക്ക് അറൗണ്ട് എന്ന ആശയത്തിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനോട് ഒരു കാര്യവും കൂടെയുണ്ട്. നോക്കൂ, വളരെ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ചെടി, പൂമ്പാറ്റകൾ വന്ന് തേൻ ഊറ്റിയെടുക്കുന്ന ആ ഒരു ദൃശ്യം, സൂര്യാസ്തമയം, സൂര്യോദയം, അപ്പോഴുണ്ടാകുന്ന ആകാശത്തിൻ്റെ നിറഭേദം. നമ്മൾ കണ്ണുകൾ അയച്ച് അടുത്തുള്ളവരെയും അടുത്തുള്ള പ്രകൃതിയെയും ദൂരെയുള്ള ആകാശവിധാനത്തെയും കണ്ടെത്താവുന്ന ദൂരത്തിൽ ദിശയിലേക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മനുഷ്യരെ കാണാൻ സാധിക്കുന്നത്, പ്രകൃതിയെ തിരിച്ചറിയാൻ നമുക്ക് കൽപ്പുണ്ടാവുന്നത്. ഇങ്ങനെ ഒരു ജീവിത വീക്ഷണം നമ്മൾ വളർത്തിയെടുക്കണം. നല്ലപോലെ പഠിക്കും, സമർത്ഥനാണ്, മറ്റെല്ലാ കാര്യങ്ങളിലും കായികം, കലാപരം, ശാസ്ത്ര വിഷയങ്ങൾ, അതിലൊക്കെ മികവ് ഉള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ദൈവം എന്ന ഘടകമുണ്ടോ? അഹങ്കാരം കൊണ്ട് അങ്ങ് പൊങ്ങി നടക്കുകയാണോ? കണ്ണയച്ച് ചുറ്റുവട്ടത്തിലുള്ളവരെ കാണാനും കണ്ണു തുറന്ന് ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാനും തീർച്ചയായിട്ടും ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ ജീവിതം സമഗ്രമാവുകയും. ലുക്ക് അപ്പ്, ലുക്ക് ഡൗൺ ആൻഡ് ലുക്ക് അറൗണ്ട്. ദൈവത്തെ കണ്ണുകൾ ഉയർത്തി കാണുവാനുള്ള ഹൃദയത്തിൻ്റെ സാവകാശവും സമതുലതയും. ഞാൻ നിലത്ത് തന്നെയാണ് ഇപ്പോഴും. ആ ഒരു താഴ്മയുടെ ഭാവം, ആത്യന്തികമായി ഞാൻ ഈ മണ്ണിനോട് ലയിച്ച് ചേരേണ്ടവനാണെന്നുള്ള ജീവിത ദർശനം, അതോടൊപ്പം തന്നെ കണ്ണയച്ച് ഈ പ്രകൃതിയെ മുഴുവനും കാണാനും ആസ്വദിക്കാനും, നിൻ്റെ സഹോദരനെയും സഹോദരിയെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയാനും, അവരോട് ചങ്ങാത്തം കൂടാനും, അവരുടെ ജീവിതത്തെ നമ്മോട് ചേർത്ത് വയ്ക്കാനും, ആ അത്യാവശ്യമെങ്കിൽ ഒരു കൂട്ടായ്മയും ഒരു കൈത്താങ്ങും നൽകാനും. ജീവിത ദർശനം സമഗ്രമാവട്ടെ, സമ്പൂർണമാവട്ടെ കുഞ്ഞുങ്ങളെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു.